ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ നടന്ന ഫ്രാൻസിസ് പാപ്പയുടെ 45ാമത് അപ്പസ്തോലിക സന്ദർശനത്തിനിടെ പാപ്പയെ വധിക്കാൻ പദ്ധതിയിട്ട 7 പേരെ ഇന്തോനേഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ 7 പേർക്കും തീവ്രവാദ ബന്ധമുള്ളതായാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ജക്കാർത്തയോട് ചേർന്ന് ബോഗോർ ബെക്കാസി നഗരത്തിൽ നിന്ന് സെപ്റ്റംബർ 2-3 ദിവസങ്ങളിലാണ് 7 പേരും പിടിയിലായിട്ടുള്ളത്. ഒരാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അമ്പ്, വില്ല്, ഡ്രോൺ, ഇസ്ലാമിക് സ്റ്റേറ്റ് ലഘുലേഖകൾ മുതലായവ കണ്ടെടുത്തു. രാജ്യത്തിന്റെ തലസ്ഥാനമായ ജക്കാർത്തയോട് ചേർന്ന ബോഗോർ ബെക്കാസി നഗരങ്ങളിൽ നിന്നാണ് 7 പേരും പിടിയിലായതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 7 പേർക്കും പരസ്പരം അറിയാമോ എന്നതിലും ഇവർ ഒരേ തീവ്രവാദ സംഘടനാ പ്രവർത്തകരാണോ എന്നതിലും വ്യക്തതയില്ല. എന്നാൽ അന്വേഷണം പുരോഗമിക്കുന്നതായി ഇന്തോനേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിടിയിലായ ഒരു പ്രതി 2019 ഇന്തോനേഷ്യൻ വിറന്റോയ്ക്ക് നേരെ വധശ്രമം നടത്തിയ തീവ്രവാദിയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇസ്ക്വിത്തിലാൽ മോസ്കിലേക്കുള്ള പാപ്പായുടെ സന്ദർശനവും പാപ്പായുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിന്റെ തത്സമയ സംപ്രേഷണം നടക്കുന്നതിനാൽ ഇന്തോനേഷ്യൻ മാധ്യമങ്ങൾ പതിവായി നടത്താറുള്ള ബാങ്കുവിളികളുടെ സംപ്രേഷണം നിർത്തിവെക്കണമെന്ന സർക്കാർ തീരുമാനവുമാണ് പ്രതികളെ പ്രകോപിതരാക്കിയതെന്ന് സൂചനകളുണ്ട്. ഇസ്ക്വിത്തിലാൽ മോസ്കിലെ ഇമാമുമായി പാപ്പ സമാധാനത്തിനും കാലാവസ്ഥാ വ്യതിയാനം അവസാനിപ്പിക്കുന്നതിനുമുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിരുന്നു. സെപ്റ്റംബർ 3 മുതൽ 7 വരെയാണ് മാർപ്പാപ്പ ഇന്തോനേഷ്യ സന്ദർശിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന ജമാ അൻഷുറത്ത് ദൌള തീവ്രവാദ പ്രസ്ഥാനം ഉൾപ്പെടെ നിരവധി തീവ്രവാദ ചാര സംഘടനകൾ പ്രവർത്തിക്കുന്ന രാജ്യമായ ഇന്തോനേഷ്യയിൽ നിന്ന് പാപ്പയ്ക്ക് നേരെ വധശ്രമത്തിന് പദ്ധതി ഉണ്ടായതിന്റെ ആശങ്കയിലാണ് ആഗോള കത്തോലിക്ക വിശ്വാസികൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.